ലൈംഗിക അതിക്രമ കേസിൽ വിദേശത്ത് ഒളിവിലായിരുന്ന JDS നേതാവ് പ്രജ്വൽ രേവണ്ണ ഇന്ന് രാത്രി ബംഗളൂരുവിൽ തിരിച്ചെത്തും. പ്രജ്വലിനെ വിമാനത്താവളത്തിൽ വെച്ച് തന്നെ കസ്റ്റഡിയിലെടുക്കാനുള്ള നീക്കത്തിലാണ് അന്വേഷണ സംഘം. വിവരങ്ങളുമായി അരുൺ പൂപ്പറമ്പ ഇപ്പോൾ ബംഗളൂരുവിൽ നിന്ന് തത്സമയം വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അരുൺ, ഈ 12:30 തന്നെ എത്തുമോ പ്രജ്വൽ രേവണ്ണ? എത്തിയാലുടൻ കസ്റ്റഡി, അതാണോ? ഉന്മേഷ, ജർമ്മനിയിലെ മ്യൂണിക്കിൽ നിന്ന് പുറപ്പെട്ട വിമാനം നിലവിൽ ഓൺ ടൈമിലാണുള്ളത്. അതുകൊണ്ട് തന്നെ ബംഗളൂരു വിമാനത്താവളത്തിൽ 12:30 തന്നെ എത്തുമെന്നതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരു മാസത്തെ വിദേശത്തെ ഒളിവ് ജീവിതത്തിന് ശേഷമാണ് JDS നേതാവും നിലവിലെ MP പ്രജ്വൽ രേവണ്ണ ബംഗളൂരുവിലേക്ക് തിരിച്ചെത്തുന്നത്. ഉന്മേഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രജ്വലിനെ ഇവിടുന്ന് വെച്ച്, അതായത് വിമാനത്താവളത്തിൽ വെച്ച് തന്നെ കസ്റ്റഡിയിൽ എടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ഒരുക്കങ്ങളും അന്വേഷണ സംഘം നടത്തിയിട്ടുണ്ട്. അന്വേഷണ സംഘം നേരത്തെ തന്നെ വിമാനത്താവളത്തിലുണ്ട്. ഞാനിപ്പോൾ നിലവിലുള്ളത് ബംഗളൂരു വിമാനത്താവളത്തിലാണ്. അല്പസമയം, അതായത് 12:30 തന്നെ വിമാനം ഇവിടെ എത്തിച്ചേരും. അതിനുശേഷം എമിഗ്രേഷൻ വിഭാഗത്തിൽ വെച്ച് പ്രജ്വലിനെ പിടികൂടുകയും അന്വേഷണ സംഘത്തിന് കൈമാറുകയായിരിക്കും ചെയ്യുക എന്നതാണ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും അന്വേഷണ സംഘം നിലവിൽ വിമാനത്താവളത്തിലുണ്ട്. ഇവിടുന്ന് കസ്റ്റഡിയിലെടുത്തതിന് ശേഷം നാളെ ആയിരിക്കും ഒരുപക്ഷെ അറസ്റ്റ് രേഖപ്പെടുത്തുന്ന ഉൾപ്പെടെയുള്ള നടപടിയിലേക്ക് പോകുക എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു മാസം ജർമ്മനിയിൽ ഒളിവിൽ കഴിയുന്നു. അത്രത്തോളം കോളിളക്കമുണ്ടാക്കിയ, രാഷ്ട്രീയമായ അത്രത്തോളം വിവാദമായ ഒരു കേസ്. ആ കേസിലാണ് ഇപ്പോൾ പ്രജ്വൽ രേവണ്ണ, മുഖ്യപ്രതി പ്രജ്വൽ രേവണ്ണ ഇപ്പോൾ ഈ തിരിച്ചെത്തുന്നത്. ഇതിന് ഒരു ഒട്ടനവധി അനിശ്ചിതത്വം ഈ കേസുമായി ബന്ധപ്പെട്ട് നിലവിലുണ്ടായിരുന്നു. നേരത്തെ പ്രജ്വൽ 2 തവണയായി വരും എന്ന് ഉടൻ കീഴടങ്ങുമെന്ന് അറിയിച്ചിരുന്നെങ്കിലും നേരത്തെ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ട് പോലും പ്രജ്വൽ ഇവിടെ എത്തിച്ചേർന്നില്ല. പിന്നീട് വലിയ സമ്മർദ്ദം കർണാടക സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടായി. ഒടുവിൽ ഡിപ്ലോമാറ്റിക് പാസ്പോർട്ട് ഉൾപ്പെടെ റദ്ദാക്കുന്ന നടപടിയിലേക്ക് കടന്നു. അതോടൊപ്പം തന്നെ JDS അധ്യക്ഷനായിട്ടുള്ള HD ദേവഗൌഡയുടെ അന്തിമ താക്കീത് ഉൾപ്പെടെ ലഭിച്ചതിന് ശേഷമാണിപ്പോൾ പ്രജ്വൽ രേവണ്ണ ഇപ്പോൾ ഈ കീഴടങ്ങുന്നതിന് വേണ്ടി എത്തിയത്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം, പ്രജ്വൽ ആവശ്യപ്പെട്ടത് ഈ രാത്രി ഇവിടെ എത്തിയതിനു ശേഷം നാളെ രാവിലെ അന്വേഷണ സംഘത്തിന് മുമ്പിൽ ഹാജരാകാം എന്നതാണ് പ്രജ്വൽ അറിയിച്ചിരുന്നത്. എന്നാൽ അത് അന്വേഷണ സംഘം അംഗീകരിക്കാൻ തയ്യാറായിട്ടില്ല. നിലവിൽ ഈ വിമാനത്താവളത്തിൽ എപ്പോഴെത്തുന്നോ ഉടൻ തന്നെ കസ്റ്റഡിയിൽ എടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നീക്കമാണ് അന്വേഷണ സംഘം എന്തായാലും നടത്തിയിട്ടുള്ളത്. ഈ കേസിൽ ഏറെ നിർണായകമായിട്ടുള്ള അറസ്റ്റ് അതിനുശേഷം, അതായത് പ്രജ്വൽ രേവണ്ണയെ കസ്റ്റഡിയിലെടുത്ത് വിശദമായി ചോദ്യം ചെയ്താൽ, കൂടുതൽ തെളിവുകൾ ശേഖരിച്ചാൽ മാത്രമേ അന്വേഷണത്തിൽ പുരോഗതി ഉണ്ടാകൂ. നിലവിൽ അന്വേഷണത്തിൽ ഒരു പ്രതിസന്ധി നിലനിൽക്കുന്നുണ്ട്. 3 പരാതികൾ മാത്രമാണ്. നേരത്തെ 300-ലധികം സ്ത്രീകൾ പീഡനത്തിനിരയായെന്നും 3000-ഓളം വീഡിയോ ദൃശ്യങ്ങൾ പുറത്തു വരികയും ചെയ്തതാണ്. എന്നാൽ കേസിന്റെ ഒരു ഘട്ടത്തിൽ അന്വേഷണ സംഘം വലിയ പ്രതിസന്ധി നേരിട്ടിരുന്നു. 3 പരാതികൾ മാത്രമാണ് റിട്ടേണായി ലഭിച്ചത്. അതായത് പീഡനത്തിനിരയായവർ പല ഘട്ടങ്ങളിലും ഇതിന് സ്റ്റേറ്റ്മെന്റ് പോലും നൽകാൻ, അതായത് മൊഴി പോലും നൽകാൻ തയ്യാറായിരുന്നില്ല. അങ്ങനെ ഒരു അന്വേഷണ പ്രതിസന്ധി നിലവിൽ നിലനിൽക്കുന്നുണ്ട്. പ്രജ്വലിനെ കസ്റ്റഡിയിലെടുത്ത് വിശദമായി ചോദ്യം ചെയ്ത് കൂടുതൽ തെളിവുകൾ ശേഖരിച്ചാൽ അതിലൊരു പുരോഗതി ഉണ്ടാകും എന്നതാണ് അന്വേഷണ സംഘം പ്രതീക്ഷിക്കുന്നത്. എന്തായാലും വിമാനത്താവളത്തിൽ പ്രജ്വൽ എത്തിക്കഴിഞ്ഞാൽ പ്രജ്വലിനെ കസ്റ്റഡിയിലെടുക്കും. തുടർന്ന് നാളെ ആയിരിക്കും അറസ്റ്റ് രേഖപ്പെടുത്തുന്ന ഉൾപ്പെടെയുള്ള നടപടിയിലേക്ക് കടക്കുക. ശരി, അരുൺ പൂപ്പറമ്പയാണ് ബംഗളൂരു കെമ്പഗൌഡ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. വിധി ദിനത്തിൽ 24 മാജിക് ജൂൺ 4 ചൊവ്വാഴ്ച രാവിലെ 5 മണി മുതൽ 24-ൽ.